മുതലപ്പുഴ സന്ദർശിച്ചിരിക്കുകയാണ്. ഈ മുതലപ്പുഴയിലെ ഹാർബർ നിർമ്മാണവും ഒക്കെയായി ബന്ധപ്പെട്ട കുറെ അധികം നാളുകളായി മത്സ്യത്തൊഴിലാളികൾ ചില അശാസ്ത്രീയതയുണ്ട് എന്നൊക്കെ പറഞ്ഞു വരികയാണ്. ഏത് തരത്തിലായിരിക്കും നമ്മുടെ മുന്നോട്ടേക്കുള്ള പ്രവർത്തനങ്ങൾ? നേരത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇവിടെ വന്ന് സന്ദർശനം നടത്തിയതാണ്. താങ്കൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഞാനും ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൾ ഗഫൂറും MLA രമ്യ ഹരിദാസും ഞങ്ങളിവിടെ വന്നു. ഇവിടുത്തെ ഈ ഹാർബർ ഒന്ന് സന്ദർശിക്കാൻ കൂടിയാണ് വന്നത്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൻ്റെ നഷ്ടം അല്ലെങ്കിൽ അവരുടെ പ്രയാസത്തിൽ അവരോടൊപ്പം അവരെ ചേർത്ത് നിർത്താൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ വന്നത്. ഇപ്പം ഞങ്ങൾ നേരത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇവിടെ സന്ദർശിച്ചതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ശാസ്ത്രീയമായി പഠിച്ച് പരിഹരിക്കേണ്ട ഒന്നാണ്. കാരണം ഈ മുതലപ്പടിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ അപകടങ്ങൾ പരിശോധിച്ച് ഇതിനൊരു ശാസ്ത്രീയമായ പരിഹാരം കണ്ടെത്തണം. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം ഇവിടെ നിങ്ങളോട് പറയും. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയും ഒരു വിലപ്പെട്ട ജീവനും ഇവിടെ നഷ്ടപ്പെടാൻ പാടില്ല. ഒരു ബോട്ടും ഇവിടെ വള്ളവും തകരാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സമീപനം സ്വീകരിക്കുക, നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഒരാളെ കാണാനുണ്ട്. തെരച്ചിൽ നടക്കുകയാണ്. കോസ്റ്റൽ പോലീസുമായി ഞങ്ങൾ രണ്ടുപേരും ഇന്ന് അതിൻ്റെ IG അക്ബറുമായിട്ട് സംസാരിച്ചു. പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികളെ കൂടി ചേർത്തുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 സ്ഥലത്തും, പുല്ലുവിളയിലും ഇവിടെയും അതോടൊപ്പം നീണ്ടകരയിലും നടക്കുന്ന ഇതേ രീതിയിലുള്ള തെരച്ചിലാണ്. ആ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുക, നിർത്തില്ല. ഏതായാലും പലരും പറയുന്നത് 4 ദിവസം 7 ദിവസം കഴിഞ്ഞിട്ട് ആൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസിന് ചില അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വേണ്ടത്ര ബോട്ടുകളില്ല, പോലീസ് സ്റ്റേഷനില്ല, ഇങ്ങനെയുള്ള പരാതികളൊക്കെ അവർ പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ അത് പരിഹരിക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കും. ഒരു കാര്യം പ്രധാനമായി ഉള്ള പരാതി വന്നത് 11 ദിവസം മുമ്പാണ് ഈ അപകടം, മുതലപ്പുഴയിൽ അപകടം നടന്നത്. ഈ 2 പേരെ കാണാതായത്. പക്ഷേ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഏതും തെരച്ചിൽ നടന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല, അവർ രാവിലെ ഈ നാട്ടുകാരും ഈ കാണാതായ ബന്ധുക്കളെല്ലാം തന്നെ റോഡ് ഉപരോധിക്കുകയും ആ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും എല്ലാം ചെയ്തതിനു ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ആദ്യമായിട്ട് തെരച്ചിൽ തുടങ്ങിയത്. വിലപ്പെട്ട 15 മണിക്കൂറോളം നഷ്ടപ്പെട്ടു. അതാണ് പ്രധാനമായി സംഭവം ഉണ്ടായപ്പോൾ തന്നെ MLA രമ്യ ഹരിദാസ് വിളിച്ചു. അപ്പോൾ തന്നെ കോസ്റ്റൽ പോലീസിനുള്ള അറേഞ്ച്മെൻറ്റ് ഞാൻ ചെയ്തു. അതോടൊപ്പം തന്നെ ഫിഷറീസ് മിനിസ്റ്റർ തന്നെ മുൻകൈ എടുത്ത് കോസ്റ്റ് ഗാർഡിനെ കൊണ്ടുവരാനുള്ള നടപടികൾ. ഈ കോസ്റ്റ് ഗാർഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബോംബെയിൽ നിന്ന് അനുവാദം വേണം. അതിന് കുറച്ച് സമയമെടുക്കും. അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ആ ഗോൾഡൻ ടൈമിൽ, ആ അവേഴ്സിൽ അടിയന്തരമായ സെർച്ചിങ് നടത്തിയാൽ ആണ് ഏറ്റവും ഫലപ്രദം. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് ഗാർഡിന് വന്നൊരു കാലതാമസമാണ്. അതിന് മാറ്റാൻ വേണ്ടി കേന്ദ്രത്തിന് മുമ്പിൽ ഞങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇനിയൊരു അപകടമുണ്ടായാൽ എത്രയും പെട്ടെന്ന് ആ ഗോൾഡൻ അവേഴ്സിൽ തന്നെ സെർച്ചിങ് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കും. അതിന് ഒരു SOP ബഹുമാനപ്പെട്ട മന്ത്രി, ഫിഷറീസ് മന്ത്രി തയ്യാറാക്കുകയാണ്. അദ്ദേഹം അത് പറയുന്നത്. ഈ മുതലപ്പുഴയിലെ വിഷയം ഞാൻ നേരത്തെ സന്ദർശിക്കുകയും അത് ജൂലൈയിൽ നമ്മൾ CWPRSൻ്റെ ടീം വരികയും അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ CWPRSൻ്റെ ടീം ജൂലൈയിൽ ഇവിടെ വന്നു. ഇനി അതിനുശേഷം നമ്മുടെ ഇവിടുത്തെ ലോക്കൽ അറിവുകൾ കൂടി നമ്മളൊന്ന് പരിഗണിച്ച ശേഷം ടെക്നിക്കലായിട്ട് സാങ്ഷൻ കിട്ടിയാൽ ഇതിൻ്റെ ബാക്കിയുള്ള വർക്ക് നമ്മൾ തുടങ്ങും. അതുപോലെ ഡ്രഡ്ജിങ്ങിനുള്ള ഓർഡർ ഓൾറെഡി ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്, ജിയോ ഇറങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ അത് ആരംഭിക്കുകയും ചെയ്യും. ഡ്രഡ്ജിങ് ആരംഭിക്കുകയും ചെയ്യും. പിന്നെ സെർച്ചിൻ്റെ കാര്യത്തിൽ രാവിലെ 7 മണി മുതൽ തന്നെ MLA ഇവിടെ ഉണ്ട്. സെർച്ചിന് വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ 3 സ്ഥലങ്ങളിൽ, ഇവിടെയും മറ്റുള്ള സ്ഥലങ്ങളിലും ഒരേ സമയം തന്നെ സെർച്ച് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ. ഞാൻ ഇതിനകത്ത് ഇപ്പം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പെട്ടെന്നുള്ള ആക്ഷനാണ് ആവശ്യം. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. MLA അന്ന് ബന്ധപ്പെട്ടു, എല്ലാവരും അതിന് ബന്ധപ്പെട്ട എല്ലാ ആളുകളുമായി ബന്ധപ്പെട്ടു. ഇപ്പോൾ ഇന്ന് എന്നോട് വിൻസെൻ്റ് MLA സൂചിപ്പിച്ചത് ചരിത്രത്തിൽ ആദ്യമായാണ് ആദ്യ മണിക്കൂറിൽ തന്നെ ഹെലികോപ്റ്റർ വരുന്നതെന്ന് അദ്ദേഹം ഇപ്പോൾ നമ്മൾ കാറിലിരുന്നപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്തു.
അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ആദ്യമാണെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ അതുപോലെ എത്രയും പെട്ടെന്ന് ഇത് കോർഡിനേറ്റ് ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതാണ് അതിനകത്തുണ്ട്. തെരച്ചിൽ വൈകി എന്നത് ഒരു വ്യാജമായിട്ടുള്ള ആരോപണമാണ്. അല്ലല്ല, അങ്ങനെയല്ല. തെരച്ചിൽ വൈകി എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, കോസ്റ്റ് ഗാർഡിന്റെ ടീം വരാൻ താമസിക്കും. കാരണം അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കോസ്റ്റൽ പോലീസൊക്കെ അപ്പം തന്നെ വന്നു, ഹെലികോപ്റ്റർ വന്നു. എന്നാൽ പക്ഷേ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ഗാർഡുകാർ. അപ്പോൾ അവരുടെ ആ സാങ്ഷൻ കിട്ടാനും മറ്റൊക്കെ അല്പം താമസം ഉണ്ടായിട്ടുണ്ട്. ആ ഗോൾഡൻ അവേഴ്സിൽ സെർച്ചിങ് നടത്താൻ ഉള്ള നടപടികളായിരിക്കും ഇനിയുള്ള സമയങ്ങളിൽ ഗവൺമെന്റ് സ്വീകരിക്കും. കോസ്റ്റൽ പോലീസിനെ ഇതിനുവേണ്ടി എക്വിപ്പ് ചെയ്യും. അതായത് നിലവിൽ അല്ല, കോസ്റ്റൽ പോലീസ് ഉണ്ട്, അവരിവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ചില പരിമിതികളുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുണ്ട്. അത് പരിഹരിക്കും.